കേരളം കടക്കണിയിലാണ്. ഇവരധികാരത്തിൽ നിന്ന് മാർച്ച് കഴിയുമ്പോൾ ഇറങ്ങുമ്പോൾ ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കടം 6 ലക്ഷം കോടി രൂപയുടെ കടമാണ്. നമ്മൾ പറഞ്ഞു ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ്. ഞങ്ങൾ ഇന്നലെ നിയമസഭയിൽ കൊണ്ടുവന്നു. പന്മനയിലെ വേണുവിന്റെ സഹധർമ്മിണി ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ വിഷയമെല്ലാം ഞങ്ങൾ ഇന്നലെ നിയമസഭയിൽ കൊണ്ടുവന്നു. എന്തൊരു തോന്നിവാസമാണ് ആരോഗ്യ വകുപ്പിൽ നടക്കുന്നത്. ആശുപത്രിയിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഇപ്പോ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം തിരുവനന്തപുരത്ത്. അപ്പൊ ഇവിടെ ഒരു മെഡിക്കൽ കോളേജില്ലേ പരിയാരത്ത്? അല്ല, പാരിപ്പള്ളി മെഡിക്കൽ കോളേജില്ലേ? പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് അവിടെ എന്താ സ്ഥിതി? തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ എന്താ സ്ഥിതി? വയനാടൊക്കെ ചില മെഡിക്കൽ UDF ഗവൺമെന്റിന്റെ കാലത്ത് എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് തുടങ്ങി. അതെല്ലാം ഇവർ ഈ 10 കൊല്ലമായിട്ടും പരിതാപകരമായ അവസ്ഥയാണ്. സാധാരണ താലൂക്ക് ആശുപത്രിയിൽ നിന്നും ജില്ലാ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യും. ഇപ്പോഴത്തെ LDF ഭരണകാലത്തെ പല മെഡിക്കൽ കോളേജിലും രോഗികളെ മെഡിക്കൽ കോളേജ് എന്നാൽ ജില്ലാ ആശുപത്രിയിലേക്കും താലൂക്ക് ആശുപത്രിയിലേക്കും റെഫർ ചെയ്യും. ഇതാണ് സ്ഥിതി. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, UDFന് ഒരു ഹെൽത്ത് കമ്മീഷൻ ഉണ്ട്. ഞങ്ങളൊരു ഹെൽത്ത് കോൺക്ലേവ് നടത്തി ആരോഗ്യ കേരളത്തെ രക്ഷിക്കാനുള്ള സമഗ്രമായ പരിപാടികളുമായി UDF വരും. കൃത്യമായ പരിപാടി. ഇനി നമ്മൾ പ്രതിപക്ഷമല്ല, പ്രതിപക്ഷം മാത്രമല്ല, ഗവൺമെന്റിനെ നമ്മൾ ശക്തിയായി വിമർശിച്ചു. ഗവൺമെന്റ് എവിടെയെല്ലാം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു. ഗവൺമെന്റ് പരാജയപ്പെട്ട സ്ഥലങ്ങളിൽ ബദൽ പദ്ധതികളുമായി കേരളത്തെ രക്ഷിക്കാൻ UDF വരും. ഒരു സംശയവും വേണ്ട. സമഗ്രമായ പദ്ധതികളുമായി, കേരളം ഇതുവരെ കാണാത്ത സ്വപ്ന പദ്ധതികളുമായിട്ടാണ് UDF വരുന്നത്. അത് യാഥാർത്ഥ്യമാക്കും. ഇവർ പരാജയപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും കുഞ്ഞുങ്ങളെല്ലാം വിദേശത്തേക്ക് പോവുക. ബ്രെയിൻ ഡ്രെയിനാണ്. 5 കൊല്ലം കഴിഞ്ഞ് ഈ പോക്ക് പോയ ഇതാണ് പോക്കെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞാൽ കേരളം വൃദ്ധസദനമാവും. നമ്മുടെ കുട്ടികളെ ഇവിടെ നിർത്തണ്ടേ? അവർക്ക് തൊഴിലവസരങ്ങൾ വേണ്ടേ? കോഴ്സുകൾ വേണ്ടേ? എന്താ തീരപ്രദേശത്തെ സ്ഥിതി? തീരപ്രദേശത്ത് വറുതിയാണ്. ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ 40 രൂപയാണ് മണ്ണെണ്ണയ്ക്ക്. 25 രൂപ സബ്സിഡി കൊടുത്തു. ഇപ്പൊ എത്രയാ പൊതുമാർക്കറ്റിൽ മണ്ണെണ്ണയ്ക്ക്? 130, 140 രൂപയാണ് മണ്ണെണ്ണയ്ക്ക്. സബ്സിഡി എത്രയാ? ഉമ്മൻചാണ്ടി കൊടുത്ത പഴയ 25 അതുപോലും കിട്ടുന്നില്ല, അല്ലെ? മത്സ്യലഭ്യത കുറവ്, നിരവധി പ്രശ്നങ്ങൾ തീരപ്രദേശത്ത്. മലയോരത്ത് വന്യജീവി ആക്രമണം, മനുഷ്യന് ജീവിക്കാൻ പറ്റുന്നില്ല, ഒരു നിവൃത്തിയില്ല. ഇവരെ പട്ടികജാതി പട്ടികവർഗക്കാർ അവരുടെ പ്ലാൻ ഫണ്ട് കട്ട് ചെയ്യാണ്. നിരവധി പദ്ധതികൾ തകരാറിലായി. പണമില്ലാത്തതുകൊണ്ട് കേരളത്തെ മുഴുവൻ തകർത്തിവരെ തരിപ്പണമാക്കി. എന്നിട്ട് ഈ പോണ പോക്കിൽ സർക്കാർ ചെലവിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ ബോർഡ് വെച്ചിരിക്കുകയാണ്. പിണറായി വിജയന്റെ പടവും വെച്ചുകൊണ്ട്. നാണം വേണ്ടേ? പോണ വഴിക്ക് എല്ലാം ഖജനാവിൽ നിന്ന് പണം എടുക്കുകയാണെങ്കിൽ ബാക്കി വല്ലതുണ്ടെങ്കിൽ അതുകൂടി തൂത്ത് വാരിക്കൊണ്ട് പോവാണ്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുകയാണ്. ഖജനാവിലെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്. കോൺക്ലേവ് കൊല്ലത്ത് കശുവണ്ടി കോൺക്ലേവ്. ഇവിടെ കശുവണ്ടി കമ്പനിയൊക്കെ പൂട്ടിക്കിടക്കുക. ആരുടെ കോൺക്ലേവ് നടത്തുന്നത്? കശുവണ്ടി കമ്പനി പൂട്ടിക്കിടക്കുക കൊല്ലത്ത്. ഇവിടെ വന്ന് കോൺക്ലേവ് നടത്തുക. ഭയങ്കര തൊലിക്കെട്ടി വേണ്ടേ? എത്രായിരം കശുവണ്ടി തൊഴിലാളികളാണ് ജോലിയില്ലാതിരിക്കുന്നത്. എന്തെങ്കിലും ഒരു ചെറുവിരൽ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ചെയ്തു. തീരപ്രദേശത്ത് ഐസക് മുതൽ കൂട്ടി തുടങ്ങിയ ഒരു 12,000 കോടി രൂപയുടെ പദ്ധതിയായി ഇപ്പൊ തീരപ്രദേശം ദുബായിയായി മാറേണ്ടതാണ്. 12,000 കോടി മുടക്കിയ. ഞങ്ങളൊരു ചോദ്യം ചോദിച്ചു നിയമസഭയിൽ. നിങ്ങൾ എല്ലാ പദ്ധതിയും കൂടി തീരപ്രദേശത്ത് 12,000 കോടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എത്ര രൂപ ഇതുവരെ ചെലവാക്കിയെന്ന് എത്രയാണെന്നറിയാമോ? ആലമൊട്ട വട്ട 0. ഒരു പൈസ ചെലവാക്കിയിട്ടില്ല. ഇടുക്കിക്ക് 5,000 കോടി രൂപയുടെ പാക്കേജ്. എത്ര ചെലവാക്കി? ഒന്നും ചെലവാക്കിയില്ല. വയനാടിന് 7,000 കോടി രൂപയുടെ പാക്കേജ്. ഒന്നും ചെലവാക്കിയില്ല. ഈ കാപഢ്യമാണ്, ഈ കബളിപ്പിക്കലാണ്. എല്ലാ മേഖലയിലും സഖാക്കളെ കൊണ്ടുവന്ന് കുത്തി നിറച്ചിരിക്കുകയാണ്. ബാക്ക് ഡോർ അപ്പോയിന്റ്മെന്റാണ്. ഈ അവസാന നിമിഷം അവരെയൊക്കെ സ്ഥിരപ്പെടുത്താൻ പോവുക. ഒരുത്തനെ സ്ഥിരപ്പെടുത്തൂല. അതൊക്കെ ഒരു ഗവൺമെന്റ് വരും. ആ ഗവൺമെന്റ് നിയമപ്രകാരം PSC വഴി ആളുകളെ മുമ്പിലേക്ക് കയറ്റും. PSCയിൽ ലിസ്റ്റും വന്ന് പിള്ളേർ തെക്ക് വടക്ക് നടക്കുമ്പോൾ
സഖാക്കന്മാരെ മുഴുവൻ പുറകിൽ നിന്ന് കുത്തിക്കയറ്റിയിരിക്കുകയാണ്. എല്ലാ ഓഫീസിലും വ്യാപകമായി അവർക്ക് എന്തെല്ലാം വൃത്തികേട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും.